സക്സസ് ഫൈലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ ക്രിമിനൽ നിയമപ്രകാരമുള്ള ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് എവിടെയാണ്? ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ ക്രിമിനൽ നിയമപ്രകാരമുള്ള ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് ഗോളിയോറാണ്. ഗോളിയോർ. ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ ക്രിമിനൽ നിയമപ്രകാരം കേരളത്തിൽ ആദ്യമായിട്ട് കേസ് രജിസ്റ്റർ ചെയ്തത് എവിടെയാണ്? കൊണ്ടാട്ടിയിലാണ്. കേരളത്തിൽ കൊണ്ടാട്ടിയിലും ഇന്ത്യയിൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഗോളിയോറുമാണ്. പുതിയ ക്രിമിനൽ നിയമപ്രകാരം പോലീസ് റിമാൻഡ് കാലാവധി പരമാവധി എത്ര ദിവസമാണ്? പുതിയ ക്രിമിനൽ നിയമപ്രകാരം പോലീസ് റിമാൻഡ് കാലാവധി പരമാവധി എത്ര ദിവസമാണ്? 15 ദിവസമാണ്. 15 ദിവസം. 2024 യുനെസ്കോ ലോക പൈതൃക ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം? 2024 യുനെസ്കോ ലോക പൈതൃക ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യ. വന്ദേ ഭാരത് മെട്രോയുടെ പുതിയ പേര്? വന്ദേ ഭാരത് മെട്രോയുടെ പുതിയ പേര് നമോ ഭാരത് റാപ്പിഡ് റെയിലാണ്. നമോ ഭാരത് റാപ്പിഡ് റെയിൽ. മുഗൾ സാമ്രാജ്യത്തിന്റെ ചരിത്രം വിശദീകരിക്കുന്ന ബുക്ക് ഓഫ് എംപയേഴ്സ് എന്ന പുസ്തകം രചിച്ചത്? ബുക്ക് ഓഫ് എംപയേഴ്സ് എന്ന പുസ്തകം രചിച്ചത് അശ്വഥ ജയകുമാറാണ്. മുഗൾ സാമ്രാജ്യത്തിന്റെ ചരിത്രം വിശദീകരിക്കുന്ന ബുക്ക് ഓഫ് എംപയേഴ്സ് എന്ന പുസ്തകം രചിച്ചത് അശ്വഥ ജയകുമാർ. ഇന്ത്യൻ വ്യോമസേനയുടെ നേതൃത്വത്തിൽ 2024 നടന്ന ഇന്ത്യയുടെ ആദ്യത്തെ ബഹുരാഷ്ട്ര വ്യോമ അഭ്യാസം? ഇന്ത്യൻ വ്യോമസേനയുടെ നേതൃത്വത്തിൽ 2024 നടന്ന ഇന്ത്യയുടെ ആദ്യത്തെ ബഹുരാഷ്ട്ര വ്യോമാഭ്യാസമാണ് തരംഗ് ശക്തി. തരംഗ് ശക്തി. ഇന്ത്യ മംഗോളിയ സായുക്ത സൈനിക അഭ്യാസമായ നോമാഡിക് എലിഫന്റ് 2024 വേദി ഉംറോയാണ്. മേഘാലയയില് ഉംറോയ്. ഇന്ത്യ മംഗോളിയ സായുക്ത സൈനിക അഭ്യാസമായ നോമാഡിക് എലിഫന്റ് 2024 വേദി ഉംറോയ്. മേഘാലയയില് ഉംറോയ്. ISRO നാസയുമായി ചേർന്ന് തയ്യാറാക്കുന്ന റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് പേടകം? ISRO നാസയുമായിട്ട് ചേർന്ന് തയ്യാറാക്കുന്ന റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് പേടകമാണ് നിസാർ. പേടകത്തിൻ്റെ പേര് നിസാർ. വൈസ് ചാൻസലർ പദവിയെ കുലഗുരു എന്ന് പുനർനാമകരണം ചെയ്ത സംസ്ഥാനം? വൈസ് ചാൻസലർ എന്ന പദവിയെ കുലഗുരു എന്ന് പുനർനാമകരണം ചെയ്ത സംസ്ഥാനമാണ് മധ്യപ്രദേശ്. അടുത്തിടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ അലൂമിനിയം പാത്രങ്ങൾക്ക് സർക്കാർ നിർബന്ധമാക്കിയ ട്രേഡ് മാർക്ക് ഏതാണ്? സ്റ്റെയിൻലെസ് സ്റ്റീൽ അതുപോലെ അലൂമിനിയം പാത്രങ്ങൾക്ക് സർക്കാർ നിർബന്ധമാക്കിയ ട്രേഡ് മാർക്കാണ് ISI മാർക്ക്. ISI മാർക്ക്. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി രൂപീകരിച്ച പുതിയ പെൻഷൻ പദ്ധതി? കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി രൂപീകരിച്ച പുതിയ പെൻഷൻ പദ്ധതി? കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി രൂപീകരിച്ച പുതിയ പെൻഷൻ പദ്ധതിയാണ് ഏകീകൃത പെൻഷൻ പദ്ധതി, UPS പദ്ധതി. പദ്ധതി ആരംഭിക്കുന്നത് 2025 ഏപ്രിൽ 1 കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി രൂപീകരിച്ച പുതിയ പെൻഷൻ പദ്ധതിയാണ് ഏകീകൃത പെൻഷൻ പദ്ധതി. പദ്ധതി ആരംഭിക്കുന്നത് 2025 ഏപ്രിൽ 1. 2024 ഓഗസ്റ്റിൽ വിക്ഷേപിച്ച ISROയുടെ പുതിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം EOS 08 ആണ്. 2024 ഓഗസ്റ്റിൽ വിക്ഷേപിച്ച ISROയുടെ പുതിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് EOS 08. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇന്ത്യയുടെ 43ാമത് ലോക പൈതൃക സ്ഥലമായിട്ട് പ്രഖ്യാപിച്ചത് ആസാമിലെ അഹോം രാജവംശത്തിൻ്റെ മൈദം ശവകുടീരങ്ങളാണ്.
യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇന്ത്യയുടെ 43ാമത് ലോക പൈതൃക സ്ഥലമായിട്ട് പ്രഖ്യാപിച്ചത് അസമിലെ അഹോം രാജവംശത്തിന്റെ മൈദം ശവകുടീരങ്ങൾ. ആദ്യമായി പുനരുപയോഗിക്കാവുന്ന ഹൈബ്രിഡ് റോക്കറ്റ് റുമി-1 വിക്ഷേപിച്ച രാജ്യം. ആദ്യമായി പുനരുപയോഗിക്കാവുന്ന ഹൈബ്രിഡ് റോക്കറ്റ് റുമി-1 വിക്ഷേപിച്ച രാജ്യം ഇന്ത്യയാണ്. അന്തരീക്ഷ വായു വലിച്ചെടുത്ത് കുതിക്കാൻ ശേഷിയുള്ള സ്ക്രാംജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് പറക്കൽ പരീക്ഷണം നടത്തുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അന്തരീക്ഷ വായു വലിച്ചെടുത്ത് കുതിക്കാൻ ശേഷിയുള്ള സ്ക്രാംജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് പറക്കൽ പരീക്ഷണം നടത്തുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ദേശീയ ബഹിരാകാശ ദിനം. ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23 ഓഗസ്റ്റ് 23. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. 2024 ദേശീയ ബഹിരാകാശ ദിനത്തിൻ്റെ പ്രമേയം ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കുന്നു, ഇന്ത്യയുടെ ബഹിരാകാശ സാഗ എന്നതാണ് 2024 ദേശീയ ബഹിരാകാശ ദിനത്തിൻ്റെ പ്രമേയം. ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കുന്നു, ഇന്ത്യയുടെ ബഹിരാകാശ സാഗ. ഇന്ത്യയുടെ പുതിയ ക്യാബിനറ്റ് സെക്രട്ടറി. ഇന്ത്യയുടെ പുതിയ ക്യാബിനറ്റ് സെക്രട്ടറി TV സോമനാഥനാണ്. TV സോമനാഥൻ ഇന്ത്യയുടെ പുതിയ ക്യാബിനറ്റ് സെക്രട്ടറി. വിദ്യാർത്ഥികൾക്ക് സാനിറ്ററി നാപ്കിൻ വാങ്ങാൻ പണം നൽകുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. വിദ്യാർത്ഥികൾക്ക് സാനിറ്ററി നാപ്കിൻ വാങ്ങാൻ പണം നൽകുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഇന്ത്യയിലെ ആദ്യ മുങ്ങിക്കിടക്കുന്ന മ്യൂസിയം നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ മുങ്ങിക്കിടക്കുന്ന മ്യൂസിയം നിലവിൽ വന്നത് ഡൽഹിയിലാണ്. ഡൽഹിയിൽ ഹുമയൂൺ ശവകുടീര സമുച്ചയത്തിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ മുങ്ങിക്കിടക്കുന്ന മ്യൂസിയം നിലവിൽ വന്നത്. ഡൽഹിയിൽ ഹുമയൂൺ ശവകുടീര സമുച്ചയത്തിൽ. 16ാമത് രാജ്യാന്തര ഡോക്യുമെൻ്ററി ഹ്രസ്വചിത്രമേളയിലെ മികച്ച ഡോക്യുമെൻ്ററി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് വസുദൈവ കുടുംബകമാണ്. 16ാമത് രാജ്യാന്തര ഡോക്യുമെൻ്ററി ഹ്രസ്വചിത്രമേളയിൽ മികച്ച ഡോക്യുമെൻ്ററി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് വസുദൈവ കുടുംബകം. ഭരതനാട്യം കുച്ചിപ്പുടി നർത്തകി യാമിനി കൃഷ്ണമൂർത്തിയുടെ ആത്മകഥ. ഭരതനാട്യം കുച്ചിപ്പുടി നർത്തകിയായിരുന്ന യാമിനി കൃഷ്ണമൂർത്തിയുടെ ആത്മകഥയാണ് എ പാഷൻ ഫോർ ഡാൻസ് എന്നത്. എ പാഷൻ ഫോർ ഡാൻസ്. ISRO നാസ സംയുക്ത സംരംഭമായ ആക്സിയം മിഷൻ 4ന്റെ ബഹിരാകാശ യാത്രയുടെ ഭാഗമാകുന്ന ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. ശുഭാംശു ശുക്ല ISRO നാസ സംയുക്ത സംരംഭമായ ആക്സിയം മിഷൻ 4ന്റെ ബഹിരാകാശ യാത്രയുടെ ഭാഗമാകുന്ന ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. 2 വർഷത്തിനകം കേരളത്തിൽ പുതിയ HIV ബാധിതർ ഇല്ലാതാക്കാൻ ആരോഗ്യവകുപ്പിൻ്റെ പദ്ധതി. 2 വർഷത്തിനകം കേരളത്തിൽ പുതിയ HIV ബാധിതർ ഇല്ലാതാക്കാൻ ആരോഗ്യവകുപ്പിൻ്റെ പദ്ധതിയാണ് ഒന്നായി പൂജ്യത്തിലേക്ക് എന്നത്. പദ്ധതിയുടെ പേര് ഒന്നായി പൂജ്യത്തിലേക്ക്. അമീബിക് മസ്തിഷ്ക ജ്വര ചികിത്സയ്ക്കുള്ള രക്ഷാമരുന്നായ മിൽറ്റിഫോസിൽ ഏത് രാജ്യത്തു നിന്നാണ് കേരളത്തിലെത്തിച്ചത്? മിൽറ്റിഫോസിൽ അമീബിക് മസ്തിഷ്ക ജ്വര ചികിത്സയ്ക്കുള്ള രക്ഷാമരുന്നായ മിൽറ്റിഫോസിൽ കേരളത്തിൽ എത്തിച്ചത് ജർമ്മനിയിൽ നിന്നുമാണ്. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപ് എന്നാണ്. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേരാണ് ഗണതന്ത്ര മണ്ഡപ്. രാഷ്ട്രപതി ഭവനിലെ അശോക് ഹാളിൻ്റെ പുതിയ പേരാണ് അശോക് മണ്ഡപ് എന്നത്. രാഷ്ട്രപതി ഭവനിലെ അശോക് ഹാളിൻ്റെ പുതിയ പേരാണ് അശോക് മണ്ഡപ്.
കുട്ടികൾക്ക് വേണ്ടിയുള്ള ദീർഘകാല സമ്പാദ്യം പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി. കുട്ടികൾക്ക് വേണ്ടിയുള്ള ദീർഘകാല സമ്പാദ്യം പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ് NPS വാത്സല്യ പദ്ധതി. പദ്ധതിയുടെ പേര് NPS വാത്സല്യ. ഇന്ത്യയുടെ ആദ്യ സമ്പൂർണ്ണ റോബോട്ടിക് ഒപ്റ്റിക്കൽ റിസർച്ച് ടെലസ്കോപ്പ്. ഇന്ത്യയുടെ ആദ്യത്തെ സമ്പൂർണ്ണ റോബോട്ടിക് ഒപ്റ്റിക്കൽ റിസർച്ച് ടെലസ്കോപ്പാണ് ഗ്രോത്ത് ഇന്ത്യ. ടെലസ്കോപ്പിന്റെ പേര് ഗ്രോത്ത് ഇന്ത്യ. ഗ്രോത്ത് ഇന്ത്യ ടെലസ്കോപ്പ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലഡാക്കിലെ ഹാൻലെയിലാണ്. ഗ്രോത്ത് ഇന്ത്യ ടെലസ്കോപ്പ് സ്ഥിതി ചെയ്യുന്നത്. ലഡാക്കിലെ ഹാൻലെ. 24 മണിക്കൂറിനുള്ളിൽ 11 ലക്ഷത്തിലധികം വൃക്ഷത്തൈകൾ നട്ട് റെക്കോർഡ് സ്ഥാപിച്ച ഇന്ത്യൻ നഗരമാണ് ഇൻഡോർ. മധ്യപ്രദേശിലെ ഇൻഡോർ ആണ് 24 മണിക്കൂറിനുള്ളിൽ 11 ലക്ഷത്തിലധികം വൃക്ഷത്തൈകൾ നട്ട് റെക്കോർഡ് സ്ഥാപിച്ച ഇന്ത്യൻ നഗരം. കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ നിക്കോബാറിന്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേര്. കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ നിക്കോബാറിന്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേരാണ് ശ്രീ വിജയപുരം എന്നത്. ശ്രീ വിജയപുരം. കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയായിട്ട് നിയമിതനായത്. കേന്ദ്ര ധനകാര്യ സെക്രട്ടറി തുഹിൻ കാന്ത പാണ്ഡെയാണ്. തുഹിൻ കാന്ത പാണ്ഡെ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഭാഗ്യക്കുറിയായ ഈസി ലോട്ടറി അവതരിപ്പിച്ച സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഭാഗ്യക്കുറിയായ ഈസി ലോട്ടറി അവതരിപ്പിച്ച സംസ്ഥാനം മേഘാലയയാണ്. മേഘാലയ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാനം പറത്തുന്ന ആദ്യ വനിതാ പൈലറ്റ്. ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച തേജസ് യുദ്ധവിമാനം പറത്തുന്ന ആദ്യ വനിതാ പൈലറ്റാണ് മോഹന സിംഗ്. പൈലറ്റിന്റെ പേര് മോഹന സിംഗ്. കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പദ്ധതി പഠിക്കാൻ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ രാംനാഥ് കോവിന്ദാണ്. കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പദ്ധതി പഠിക്കാൻ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? രാംനാഥ് കോവിന്ദ്. ഏത് സംസ്ഥാനത്തിന്റെ ഫലമായിട്ടാണ് കാജി നേമുവിനെ പ്രഖ്യാപിച്ചത്? കാജി നേമു ഏത് സംസ്ഥാനത്തിന്റെ ഫലമാണ്? ആസാമാണ്. ആസാം സംസ്ഥാനത്തിന്റെ ഫലമായിട്ട് പ്രഖ്യാപിച്ചത് കാജി നേമു. ഇന്ത്യയിലെ ഏത് നഗരത്തിലാണ് ഗൂഗിളിന്റെ AI ലാബ് നിലവിൽ വരുന്നത്? ഗൂഗിളിന്റെ AI ലാബ് നിലവിൽ വരുന്നത് ചെന്നൈയിലാണ്. ചെന്നൈ. 2024 സെപ്റ്റംബറിൽ ഡെങ്കിപ്പനിയെ മഹാമാരിയായിട്ട് പ്രഖ്യാപിച്ച സംസ്ഥാനം കർണാടകയാണ്. 2024 സെപ്റ്റംബറിൽ ഡെങ്കിപ്പനിയെ മഹാമാരിയായിട്ട് പ്രഖ്യാപിച്ച സംസ്ഥാനം കർണാടക. യൂണിഫൈഡ് പെൻഷൻ സ്കീം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം. യൂണിഫൈഡ് പെൻഷൻ സ്കീം മഹാരാഷ്ട്രയാണ്. യൂണിഫൈഡ് പെൻഷൻ സ്കീം നടപ്പാക്കിയ ആദ്യ സംസ്ഥാനം. മുസ്ലിങ്ങളുടെ വിവാഹം, വിവാഹമോചനം എന്നിവ സർക്കാരിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യാൻ നിർബന്ധമാക്കുന്ന ബിൽ നിയമസഭയിൽ പാസാക്കിയ സംസ്ഥാനം. മുസ്ലിങ്ങളുടെ വിവാഹം, വിവാഹമോചനം എന്നിവ സർക്കാരിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യാൻ നിർബന്ധമാക്കുന്ന ബിൽ നിയമസഭയിൽ പാസാക്കിയ സംസ്ഥാനമാണ് ആസാം. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച ഏഷ്യൻ സിനിമയുടെ അമ്മ എന്നറിയപ്പെടുന്ന ചലച്ചിത്ര നിരൂപക. ഏഷ്യൻ സിനിമയുടെ അമ്മ എന്നറിയപ്പെടുന്ന ചലച്ചിത്ര നിരൂപകയാണ് അരുണ വാസുദേവ്. 2024 സെപ്റ്റംബറിൽ അന്തരിച്ചു. കോളറയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഭാരത് ബയോടെക് വികസിപ്പിച്ച ഓറൽ വാക്സിൻ ഹിൽകോൾ. വാക്സിൻ്റെ പേര് ഹിൽകോൾ എന്നാണ്. വികസിപ്പിച്ചത് ഭാരത് ബയോടെക് ആണ്. എന്തിനെ പ്രതിരോധിക്കാനായിട്ടാണ്? കോളറയെ പ്രതിരോധിക്കാനായിട്ടാണ്. സുപ്രീം കോടതിയുടെ പുതിയ പതാക ഡിസൈൻ ചെയ്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയാണ് സുപ്രീം കോടതിയുടെ പുതിയ പതാക ഡിസൈൻ ചെയ്തത്. നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ പുതിയ ഡയറക്ടർ ജനറലായിട്ട് നിയമിതനായത്. നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ പുതിയ ഡയറക്ടർ ജനറൽ ബി ശ്രീനിവാസൻ. നാസ്കോം ചെയർപേഴ്സണായി നിയമിതയായ ഇന്ത്യക്കാരി. നാസ്കോം ചെയർപേഴ്സൺ
സിന്ധു ഗംഗാധരനാണ്. സിന്ധു ഗംഗാധരൻ നാസ്കോം ചെയർപേഴ്സണായിട്ട് നിയമിതയായ ഇന്ത്യക്കാരിയാണ് സിന്ധു ഗംഗാധരൻ. 2024 ഇന്ത്യൻ സുപ്രീം കോടതിയുടെ പുതിയ പതാകയും ചിഹ്നവും അനാച്ഛാദനം ചെയ്തത് ആരാണ്? 2024 ഇന്ത്യൻ സുപ്രീം കോടതിയുടെ പുതിയ പതാകയും ചിഹ്നവും അനാച്ഛാദനം ചെയ്തത് ദ്രൗപദി മുർമുവാണ്. ദ്രൗപദി മുർമു. അടുത്തിടെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷകൾ ഏതൊക്കെയാണ്? അടുത്തിടെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷകളാണ് മറാഠി, പാലി, പ്രാകൃത്, ബംഗാളി, ആസാമീസ് എന്നിവ. മറാഠി, പാലി, പ്രാകൃത്, ബംഗാളി, ആസാമീസ്. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ് ഇന്ത്യയിലെ ശ്രേഷ്ഠ ഭാഷകളുടെ എണ്ണം. ഇന്ത്യയിൽ ഇപ്പോഴത്തെ ശ്രേഷ്ഠ ഭാഷകളുടെ എണ്ണം എന്ന് പറയുന്നത് 11 11 ശ്രേഷ്ഠ ഭാഷകളാണ് ഉള്ളത്. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.